അസ്സലാമലൈക്കും. ഇന്ന് ചന്തയിൽ പോയപ്പോൾ നല്ല ഫ്രഷ് കൂരിത്തേട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കൂരിത്തേടിനകത്തൊക്കെ മുട്ടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അന്നേരം എൻ്റെ മോന് ആ മുട്ട കാണാൻ വേണ്ടി നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഞാൻ ബേസിനെടുത്ത് ആ വെള്ളം ഒഴിച്ച് കണ്ടിക്കാനായിട്ട് എടുത്തു. ഞങ്ങളിത് തൊലി ഉരിച്ചാണ് എടുക്കുന്നത്. അപ്പം തന്നെ മുട്ട കിട്ടി. ഒരു 10-24 മുട്ട ഉണ്ടായിരുന്നു. പിന്നെ തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടെ ചൂടാക്കി തേങ്ങ, ഉള്ളി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്തരച്ച് പേസ്റ്റാക്കി ചട്ടിയിലോട്ടാക്കി മീൻ ചട്ടിയിലോട്ടാക്കി ഇട്ട് തക്കാളി, പച്ചമുളക്, പുളിവെള്ളമൊക്കെ ഒഴിച്ച് കറി തിളച്ച് വന്നപ്പം ഞാൻ മീനും പറക്കിയിട്ടു. കറി സെറ്റാക്കാൻ മാറ്റി അങ്ങോട്ട് വെച്ചതിന് ശേഷം ഒരു പാനെടുത്ത് അടുപ്പിലോട്ട് വെച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പെല്ലാം കൂടെ തേച്ച് പുരട്ടി വെച്ചിരുന്ന മീനും വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് പറക്കിയിട്ടു. പിന്നെ കറിയൊക്കെ നല്ലോണം ഇളക്കി കൊടുത്തു. മീൻ ഒക്കെ വേവാൻ ഇച്ചിരി സമയമെടുക്കും. കുറേ സമയം കഴിഞ്ഞപ്പോൾ മീനൊക്കെ മൊരിഞ്ഞ് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടു. പിന്നെ ചോറ് ഊറ്റിയത് മൊരിച്ചെടുത്ത് പിന്നെ ഞങ്ങൾ ചോറ് വിളമ്പി. ഇന്ന് സ്പെഷ്യലായിട്ട് ഞങ്ങൾ തോരനും മറ്റും ഒന്നും ഉണ്ടാക്കിയില്ല. കാരണം ഇവിടെ തോരനൊന്നും വേണ്ട. ഒരു മീൻ കറി, മീൻ വറുത്തത് അത് മസ്റ്റാണ്. മീൻ കറി ഇല്ലാതെ ഇവിടെ ചോറ് ഇറങ്ങത്തേയില്ല. അങ്ങനെ കുരുത്തൻ്റെ തലയൊക്കെ എടുത്ത് വറുത്തായിരുന്നു. അതും 2-3 പറക്കി വെച്ചു. പിന്നെ ആദ്യമേ എനിക്കാണ് ഈ ചോറിടുന്നത്. എനിക്ക് ചോറിട്ട് മാറ്റി വെച്ച് കറിയൊക്കെ ഒഴിച്ചതിന് മാറ്റി വെച്ചതിന് ശേഷമാണ് ഇക്കാക്കിട്ടത്. ഇക്കാക്ക് കറി ഇതിനകത്ത് ഒഴിക്കത്തില്ല. കറി അതിനകത്ത് ഒഴിച്ച് ഇക്ക കഴിക്കത്തില്ല. ഞങ്ങളൊക്കെ ആ കൂരിത്തേടിൻ്റെ മുട്ട വന്ന് വീണത് കണ്ടോ? എന്ത് ഭംഗിയല്ലേ! ഇത് അടിപൊളി ടേസ്റ്റാണ് ഈ ചോറും കറിയും ഈ മീനും ഒക്കെ കൂട്ടി കഴിക്കാൻ. അത് കഴിച്ചവർക്കറിയാൻ പറ്റും. അങ്ങനെ ഇക്കായ്ക്കുമൊക്കെ വിളമ്പി ഞങ്ങൾ 3 പേരും കൂടെ ചോറൊക്കെ ഉണ്ണാനായിട്ട് എല്ലാം എടുത്തുകൊണ്ട് വെച്ചു. എങ്കിൽ ഇത്രയേ ഉള്ളൂ. അസ്സലാമലൈക്കും. എല്ലാവരും ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, സപ്പോർട്ട്. എങ്കിൽ ടാറ്റാ.